ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട 30 ചോദ്യപേപ്പറുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുടെയും 6ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓരോ ചോദ്യവും അതിൻ്റെ 4 ഓപ്ഷനുകളും SCRT NCRT ഫാക്റ്റ് ഉൾപ്പെടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൻ്റെ ലെങ്ത്ത് അല്പം കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തന്നെയാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മക്കളെ, പറ്റുമെങ്കിൽ ഒരു ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇന്ന് മാക്സിമം ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോകാം. കാരണം ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എക്സാമിനുള്ളൂ. ഓക്കെ, അപ്പോൾ ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിൻ്റെ ബുക്കാണ്. ഇന്ത്യൻ പൊളിറ്റിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് PSC എക്സാമുകളിലാണെങ്കിലും അതേപോലെ തന്നെ UPSC SSC ഏതൊരു എക്സാം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ബുക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിൻ്റെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നുമാണ് ഈ ഒരു ചോദ്യവും. അപ്പോൾ ചോദ്യത്തിൻ്റെ ബാക്കിയുള്ള പ്രസ്താവനകൾ നമുക്ക് നോക്കാം. 3 പ്രസ്താവനകളാണ് നിലവിൽ തന്നിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. രണ്ടാമത്തെ, നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ്, മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഒറ്റയ്ക്കൊരു ചോദ്യം മാത്രമാണ് നിലവിൽ, പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളൂ. ആ പ്രസ്താവനയാണ് ഈ കാണുന്നത്. അതായത് നിയമസഭയിലെ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് 389 ആയിരുന്നു. ഇതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ബാക്കി 2 പ്രസ്താവനകളും നിലവിൽ തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ വസ്തുതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന ആശയം അത് ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ, അത് MN റോയി എന്ന് പറയുന്ന ആളാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് MN റോയിയാണ്. എന്നാണ് ഈ ഒരു ആശയം മുന്നോട്ട് വച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1934 ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് MN റോയി മുന്നോട്ട് വച്ചത്. ഇന്ത്യക്കൊരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന ആശയം INC ഔദ്യോഗികമായി മുന്നോട്ട് വച്ചതെന്നാണ് ചോദിച്ചാൽ അത് 1935 ഓർത്തു വയ്ക്കുക. ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന ഇന്ത്യയുടെ ആവശ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചത് 1940 ഓഗസ്റ്റ് ഓഫ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ബാഹ്യ ഇടപെടലുകളില്ലാതെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണഘടനാ അസംബ്ലിയിലൂടെയാകണം സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കേണ്ടത് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. എന്നാണ് ഇത് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1938 മക്കളെ ഓർത്തു വയ്ക്കുക. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിനുള്ള ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ പ്രപ്പോസലുമായിട്ട് 1942 ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ ക്യാബിനറ്റ് അംഗത്തിൽപ്പെട്ട ആളായിരുന്നു സ്റ്റഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന വ്യക്തി. ക്യാബിനറ്റ് മിഷൻ അതിൻ്റെ പദ്ധതി പ്രസിദ്ധീകരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിതമായത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നാണ് രൂപീകൃതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 1946 നവംബറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഭാഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, പരിമിതമായ വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊവിൻഷ്യൽ അസംബ്ലിയിലെ അംഗങ്ങൾ ചേർന്ന് പരോക്ഷമായ രീതിയിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം എന്നാണ് എന്ന് ചോദിച്ചാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പേരെയും ഓർത്തു വച്ചോ. ഒന്നാമത്തെ വ്യക്തിയാണ്
പെട്രിക് ലോറൻസ്, രണ്ടാമത്തെ വ്യക്തി സ്റ്റാഫോർഡ് ക്രിപ്സ്, മൂന്നാമത്തെ വ്യക്തി AV അലക്സാണ്ടർ. ഇതിൽ പെട്രിക് ലോറൻസ് എന്ന് പറയുന്നത് ചെയർമാനായിരുന്നു. ഓക്കെ. അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 207. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 9. മുസ്ലിം ലീഗ് ആദ്യ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഗാന്ധിജിയുടെ സാന്നിധ്യമില്ലാതിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389. ആകെ നമ്മുടെ ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ഒരേ ഒരു പ്രസ്താവനയായിരുന്നു നിയമസഭയിലെ ആകെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 389. ഇതിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 93 അംഗങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമായിരുന്നു. 296 അംഗങ്ങളിൽ 292 അംഗങ്ങൾ 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 പേർ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു എന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയെങ്കിലും ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടിയും ഓടിച്ചു പറയാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന ആശയം അത് ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ MN റോയി ആണ്. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം INC ആദ്യമായിട്ട് ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചത് 1935 അതേപോലെ തന്നെ ഓഗസ്റ്റ് ഓഫർ ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന ഇന്ത്യയുടെ ആവശ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചതാണ് 1940 ഓഗസ്റ്റ് ഓഫർ എന്ന് അറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ളൊരു കൊട്ടേഷനുണ്ട്. അതായത് ബാഹ്യ ഇടപെടലുകളല്ലാതെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണഘടന അസംബ്ലിയിലൂടെയാകണം സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കേണ്ടത് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് മക്കളെ? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിനുള്ള ഡ്രാഫ്റ്റ് പ്രപ്പോസലുമായി 42 ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് അംഗമാണ് സ്റ്റാഫോർഡ് ക്രിപ്സ്. അദ്ദേഹം ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രസിദ്ധീകരിച്ചത് 1946 മെയ് 16 ഓർത്തു വയ്ക്കുക. ആരൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളെന്ന് ചോദിച്ചാൽ പെട്രിക് ലോറൻസ് ആണ് ചെയർമാൻ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. പെട്രിക് ലോറൻസ് ആണ് ചെയർമാൻ. അതേപോലെ തന്നെ സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാരണം ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം, അതിക്ക് മുന്നേ SCRTയിൽ ഇതിൽ ചോദിച്ച ഒരു 2-3 കാര്യം കൂടി പറയാം. അതായത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 46 ഡിസംബർ 9 രൂപീകരിച്ചത് 46 ഡിസംബർ 6. അതേപോലെ തന്നെ നിലവിൽ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നത് എന്നാണ് ചോദിച്ചാൽ 46 ഡിസംബർ 11 ഓർത്തു വയ്ക്കുക. പ്രത്യേകം പറയുന്നുണ്ട് SCRTയിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 46 ഡിസംബർ 9 തിങ്കളാഴ്ച 11 മണിക്കാന്നുള്ളത്. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് കുറച്ചുകൂടിയും ടഫ് ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസ്താവന രീതിയിൽ ഇങ്ങനെ ചോദിച്ച് നമ്മളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആശയക്കുഴപ്പത്തിലാക്കാം. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 46 ഡിസംബർ 9 തിങ്കളാഴ്ച 11 മണിക്കാണ് എന്ത് ചെയ്തത്, ആദ്യ യോഗം നിലവിൽ ചേർന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? ഒന്നാമത്തെ ഓപ്ഷനാണ് പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. അപ്പോൾ ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതിന് വിധേയമാണ്? ഇവയെല്ലാത്തിനും, അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത് എന്താണ്? നിലവിൽ ഈ പറയുന്ന എല്ലാ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പ്രകാരം മതവിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന അവകാശങ്ങളാണ്. ശരിക്കും ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ വരുന്നത് 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളാണ്. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 25 to 28. അതായത് ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുണ്ടെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്കും
വിദേശികൾക്കും ഒരുപോലെ അനുവദനീയമാണ്. സിഖ് മതവിശ്വാസികൾക്ക് മതാചാര പ്രകാരമായിട്ടാണ് അവർ കൃപാണുകൾ എന്ത് ചെയ്യുന്നത്, അതായത് ഒരു തരം കത്തിയാണ് ഈ പറയുന്ന കൃപാണുകൾ എന്ന് പറയുന്നത്. ഇത് ധരിക്കുന്നതിനും അതേപോലെ തന്നെ എന്താണ് ഇത് കൈവശം വയ്ക്കുന്നതിനുള്ള ആ ഒരു അവകാശം ഉറപ്പു നൽകുന്നു. അത് ആർട്ടിക്കിൾ 25 പ്രകാരമാണ് ഇങ്ങനെ ഈ പറയുന്ന ഏതു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഏതു മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു തരുന്നു. അതായത് ആർട്ടിക്കിൾ 25 ഭാഗമായിട്ടാണ് ഈ സിഖ് മതവിശ്വാസികൾക്ക് മതാചാരത്തിൻ്റെ ഭാഗമായിട്ട് കൃപാണുകൾ, അതായത് ഈ പറയുന്ന കത്തി ധരിക്കുന്നതിനും അതേപോലെ തന്നെ കൊണ്ടു നടക്കുന്നതിനുമുള്ള അവകാശം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മതസ്വാതന്ത്ര്യത്തിൽ പ്രധാനമായും 4 ഘടകങ്ങളാണ് പറയുന്നത്. അതായത് പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം, അതേപോലെ തന്നെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വ്യവസ്ഥകൾ. ഇത്രയാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 26, അതായത് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 26 പ്രകാരം എല്ലാ മതവിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മതപരവും ജീവകാരുണ്യവുമായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള അവകാശം, മതപരമായ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അവകാശം, അതേപോലെ തന്നെ സ്ഥാവര ജംഗമ വസ്തുക്കൾ സ്വന്തമാക്കുവാനും ഏറ്റെടുക്കുവാനുമുള്ള അവകാശം, നിയമാനുസൃതമായി ഇത്തരം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം. അപ്പോൾ മതവിഭാഗങ്ങളുടെ കൂട്ടായ സ്വാതന്ത്ര്യം അതായത് സംരക്ഷിക്കുന്നതിനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത്. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 26 വിധേയമാക്കിയിട്ടുള്ള ഘടകങ്ങളാണ് പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികതയാണ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 26 വിധേയമായ ഘടകങ്ങൾ എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 27 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 27? ഏതെങ്കിലും മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ വിപുലീകരണത്തിനോ പരിപാലനത്തിനോ വേണ്ടി ഒരു വ്യക്തിക്കും നികുതി അടയ്ക്കാൻ നിർബന്ധമല്ല എന്നനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 27 എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ വിപുലീകരണത്തിനോ പരിപാലനത്തിനോ വേണ്ടി ഒരു വ്യക്തിയും നികുതി അടയ്ക്കാൻ നിർബന്ധമല്ല എന്നനുശാസിക്കുന്നു ആർട്ടിക്കിൾ 27. ഇനി ആർട്ടിക്കിൾ 28 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾ 28 പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പൂർണ്ണമായും സ്റ്റേറ്റിന് നിയന്ത്രണത്തിലുള്ളവ, രണ്ടാമത്തേതെന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിനുള്ളതും എന്നാൽ ഏതെങ്കിലും എൻഡോൺമെൻറ്റിൻ്റെയോ ട്രസ്റ്റിൻ്റെയോ കീഴിൽ സ്ഥാപിതമായവ, അതേപോലെ തന്നെ മൂന്നാമത്തെയാണ് സ്റ്റേറ്റിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നവ, നാലാമത്തെ സ്റ്റേറ്റിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നവ. അങ്ങനെ 4 തരത്തിലാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിൾ 28 പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇതിൽ എ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യാതൊരു മതപ്രബോധനങ്ങളും അനുവദനീയമല്ല. ബി വിഭാഗത്തിൽ മതപരമായ പ്രബോധനം അനുവദനീയമാണ്. സിയും ഡിയുമാണെങ്കിൽ മതവിഭാഗത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള മതപ്രബോധനം അനുവദനീയമാണ് എന്നുള്ളതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എല്ലാം നിലവിൽ എന്ത് ചെയ്തേക്കുന്നതാണ്, ഒത്തിരി തവണ നിലവിൽ ചോദിച്ചേക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പരിപാലനത്തിനോ പ്രചരണത്തിനോ വേണ്ടി നികുതിയായി പിരിച്ചെടുത്ത് പൊതുധനം ഉപയോഗിക്കുന്നതിൽ നിന്നും സ്റ്റേറ്റിനെ വിലക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 27 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ് സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ നിർബന്ധമാക്കാനോ പാടില്ലെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28 എന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പരിസ്ഥിതി സംരക്ഷണത്തിനും അതേപോലെ തന്നെ മെച്ചപ്പെടുത്തലിനും വേതനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം ഏതാണ്? അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളെടുത്ത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ ഒന്നാമത്തെ 31A, ഓപ്ഷൻ 2 48A, ഓപ്ഷൻ 3 51A ആണ്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തുന്നതിനാണ്. ഈ ഒരു ചോദ്യവും ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ നിന്നാണ്, ലക്ഷ്മികാന്തിൻ്റെ. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്? ഉത്തരം ഇതിൻ്റെ അകത്ത് പറയുന്നത് ബി ആണ്. അതായത് 2ഉം 3ഉം എന്താണ്, നിലവിൽ പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും എന്താണ് സംരക്ഷണത്തിനും വ്യവസ്ഥ തന്നെ. അതായത് 48ഉം
51 അതായത് 2ഉം 3ഉം ഇതിൻ്റെ അകത്ത് എന്താണ് ഈ പറയുന്നതുമായി പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അതായത് പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിപാലിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ് എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് 48A എന്നുള്ളത് ഓർത്തു വയ്ക്കുക. DPSP അതായത് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഒത്തിരി തവണ ചോദിച്ചേക്കണ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് DPSP അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ. DPSPക്ക് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി സാദൃശ്യമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടതും ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. ആർട്ടിക്കിൾ 51A അതായത് മൗലിക കർത്തവ്യങ്ങൾ DPSP നിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയർലൻഡിൽ നിന്നും കടമെടുത്ത ആശയമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു ഭാഗത്താണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാഗം 4 ഇത് എവിടെ നിന്നും കടമെടുത്തതാ, അയർലൻഡിൽ നിന്നും കടമെടുത്ത ആശയമാണ്. നിർദ്ദേശക തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 36 മുതൽ 51 വരെ. അപ്പോൾ അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അപ്പോൾ അനുച്ഛേദം എത്രയാണെന്ന് ചോദിച്ചാൽ 36 to 51. മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഭാഗം 4 എവിടെ നിന്നാണിത് കടമെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയർലൻഡിൽ നിന്നുമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് സാപ്രൂ കമ്മിറ്റിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ് കമ്മിറ്റി എന്ന് പറയുന്നത്, അത് സപ്രൂ കമ്മിറ്റിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിനു വേണ്ടി വളരെ സമഗ്രമായ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ പദ്ധതിയാണ് DPSP എന്ന് പറയുന്നത് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ DPSP എന്ന് പറയുന്നത് വിഭാവനം ചെയ്യുന്നത് എന്താണ്, ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിനു വേണ്ടി വളരെ സമഗ്രമായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പദ്ധതിയാണ് ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളാണ് ഒരു ക്ഷേമരാഷ്ട്രം നിർമ്മിക്കുക, രാജ്യത്ത് സാമ്പത്തികവും സാമൂഹികവുമായ ജനാധിപത്യം സ്ഥാപിക്കുക. 44ാം ഭരണഘടനാ ഭേദഗതി 1978 വഴി കൂട്ടിച്ചേർത്ത നിർദ്ദേശക തത്വങ്ങളാണ് ആർട്ടിക്കിൾ 38. വരുമാനം, പദവി, സൗകര്യങ്ങൾ, അവസരങ്ങൾ എന്നിവയിലെ അവസര സമത്വങ്ങൾ കുറയ്ക്കുന്നതിന് രാഷ്ട്രം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് SCRTയിലെ കുറച്ച് ഭാഗങ്ങൾ കൂടി നോക്കാം. നയരൂപീകരണ വേളയിലും പദ്ധതി നടപ്പിലാക്കുവാനും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് സൗജന്യ നിയമസഹായം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കൽ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ. മൗലികാവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കണം. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ എന്ന് പറയുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്രപുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെൻറ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. മാർഗനിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനഃസാക്ഷി എന്ന് വിശേഷിപ്പിച്ചതാരാന്ന് ചോദിച്ചാൽ മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാൻവില ഓസ്റ്റിന എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനഃസാക്ഷി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഗ്രാൻവില ഓസ്റ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാം. അപ്പോൾ ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെയാണ് സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. ഹാജരാവുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്.
പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. ഇതിൻ്റെ അകത്ത് മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു ചോദ്യം നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വസ്തുക്കൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അതായത് ലോകസഭയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് മക്കളെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പീക്കറാണ്. ലോകസഭയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് സ്പീക്കറാണ്. സ്പീക്കർ എന്ന ആശയം ഇന്ത്യ കടമെടുത്ത രാജ്യമാണ് ബ്രിട്ടൻ. ലോകസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ. ലോകസഭാ അംഗങ്ങളിൽ നിന്ന് ലോകസഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്, ലോകസഭാ സ്പീക്കർ തിരഞ്ഞെടുക്കുന്നത് തീയതി തീരുമാനിക്കുന്നതൊക്കെ രാഷ്ട്രപതിയാണ്. ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. സ്പീക്കറെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോകസഭയിൽ പരിഗണിക്കുമ്പോൾ സ്പീക്കർക്ക് സഭയിൽ ഹാജരാകണമെങ്കിലും സഭയുടെ അധ്യക്ഷനാകാൻ കഴിയുകയില്ല എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലോക്സഭാ സ്പീക്കർ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളാണ് ലോക്സഭാ അംഗത്വം ഇല്ലാതായാൽ, ഡെപ്യൂട്ടി സ്പീക്കർമാർ രാജിക്കത്ത് സമർപ്പിച്ചാൽ, ലോകസഭയിൽ ഭൂരിപക്ഷ അംഗങ്ങൾ പാസ്സാക്കിയ പ്രമേയത്തിലൂടെ സ്പീക്കറെ പുറത്താക്കാൻ എന്ത് ചെയ്യാം, സഭയിൽ അവതരിപ്പിക്കാൻ 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കണമെന്നുള്ളതും ഇതിൻ്റെ കൂടെ അനുശാസിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നിലവിൽ ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. ഇനി നമുക്ക് 30ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 30ാമത്തെ ചോദ്യത്തിൻ്റെ അകത്ത് ചോദിക്കുന്ന ചോദ്യം നമുക്ക് നോക്കാം. അതായത് ഈ ചോദ്യം എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിലവിൽ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അത് ചോദിച്ചേക്കുന്നതാണ് ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. അപ്പോൾ 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ മാറ്റങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഒന്നാമത്തെ, ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A, ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തൽ. അടുത്തത് ഓപ്ഷൻ സി ആണ്, OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം. ഏതാണ് ഇതിൻ്റെ അകത്ത് നിലവിൽ എന്താണ് 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ 1ഉം 2ഉം നിലവിൽ ശരിയാണ്. ഓക്കെ, 1ഉം 2ഉം ശരിയാണ്. അതായത് ഭേദഗതി ചെയ്ത ആർട്ടിക്കിളാണ് 239A. അതേപോലെ തന്നെ നിലവിൽ എന്താണ് ആർട്ടിക്കിൾ 330Aയും 332Aയും എന്ത് ചെയ്യുന്നു, ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗക്കാർക്കായിട്ട് വർഗക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ട ഉൾപ്പെടെ എല്ലാ സീറ്റുകളുടെയും മുന്നിലൊന്ന് സ്ത്രീകൾക്കായി സംവരണം ചെയ്ത് ഭരണഘടനാ ഭേദഗതിയാണ് ഏതെന്ന് പറയുന്നത് 106ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ അവതരിപ്പിച്ചത് അർജുൻ രാം മേഘ്വാളാണ്. കേന്ദ്ര നിയമമന്ത്രിയാണ്. നാരി ശക്തി വന്ദന അധിനിയം ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് അർജുൻ രാം മേഘ്വാളാണ്. വനിതാ സംവരണ ബില്ലിലൂടെ ഭേദഗതി ചെയ്ത് കൂട്ടിച്ചേർത്ത പ്രധാന അനുച്ഛേദങ്ങളാണ് 239AA, 330A, 332A, 334A. 239AA ഡൽഹി നിയമസഭയിൽ സ്ത്രീകൾക്കായി സീറ്റുകൾ സംവരണം ചെയ്യണം. പട്ടികജാതി വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളുടെ 1/3 സ്ത്രീകൾക്കായി സംവരണം ചെയ്യുക എന്നൊക്കെയാണ് 239AA പറയുന്നത്. അതേപോലെ തന്നെ 330A പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 330 പറയുന്നത് എന്തൊക്കെയാണ്? 330 പറയുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ലോകസഭാ മണ്ഡലത്തിലെ സ്ത്രീകൾക്കുള്ള സംവരണം, SC/SC സീറ്റുകളിൽ മൊത്തം സീറ്റുകളിൽ 1/3 സംവരണത്തെക്കുറിച്ചാണ് 330A പറയുന്നത്. അടുത്ത 332A പറയുന്നത് എല്ലാ സംസ്ഥാന നിയമസഭകളിലെയും SC/SC സീറ്റുകളിലും മൊത്തം സീറ്റുകളിലെ സ്ത്രീകൾക്കായി 1/3 സംവരണം വേണമെന്നാണ് ഏതിൽ പറയുന്നത് 332A പറയുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി 334A ആണ്. ആദ്യ സെൻസസിൻ്റെ പ്രസക്തമായ കണക്കുകൾ പ്രസിദ്ധീകരിച്ചതിനു ശേഷം ഡിലിമിറ്റേഷൻ ഏറ്റെടുത്ത ശേഷം സംവരണം പ്രാബല്യത്തിൽ വരും. തുടർന്നുള്ള ഓരോ ഡിലിമിറ്റേഷന് ശേഷവും സ്ത്രീകൾക്കുള്ള സീറ്റുകളുടെ റൊട്ടേഷൻ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ലോകസഭയിലെ സംസ്ഥാന നിയമസഭകളിലും നിലവിലുണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 104ാം ഭരണഘടനാ ഭേദഗതി. 126ാം ഭേദഗതി ബില്ലാണ്. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 334 ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പാസ്സാക്കിയ ആദ്യ ഭേദഗതിയാണ് 106ാം ഭരണഘടനാ ഭേദഗതി. ആദ്യ
എന്താണ് ഭേദഗതിയാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പാസ്സാക്കിയത്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പാസ്സാക്കിയ ആദ്യത്തെ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 106 ഭരണഘടന ഭേദഗതിയാണ്. 106 ഭരണഘടനാ ഭേദഗതി ബില്ല് അറിയപ്പെടുന്നതാണ് നാരി ശക്തി വന്ദൻ അധിനിയം. 128 ഭേദഗതി ബില്ലായിരുന്നു നാരി ശക്തി വന്ദൻ അധിനിയം അഥവാ വനിതാ സംവരണ ബില്ല് എന്ന് അറിയപ്പെടുന്നത്. വനിതാ സംവരണ ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20. വനിതാ സംവരണ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 21. വനിതാ സംവരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. വനിതാ സംവരണ ബില്ല് നിലവിൽ വരുന്നത് 2029 ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. നമുക്ക് ഇനിയും എന്ത് ചെയ്യാം, നിലവിൽ ചോദ്യങ്ങളായിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർലോസ് അൽക്കാരാസ് ആണ്. കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരാസിൻ്റെ ആദ്യ വിംബിൾഡൺ കിരീടമാണ് നിലവിൽ ഈ ഒരു വിംബിൾഡൺ കിരീടം എന്ന് പറയുന്നത്. നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് ഈ നേട്ടം നിലവിൽ കൈവരിക്കുന്നത്. 2023 വിംബിൾഡൺ വനിതാ സിംഗിൾ കിരീടം നേടിയത് മാർക്കറ്റ വോൺഡ്രോസോവയാണ്, ചെക്ക് റിപ്പബ്ലിക്. ഫൈനലിൽ ടുണീഷ്യയുടെ ഓൺസ് ജബീറിനെയാണ് പരാജയപ്പെടുത്തിയത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ടെന്നീസ് ടൂർണമെൻ്റാണ് വിംബിൾഡൺ. വിംബിൾഡൺ ഓപ്പൺ നടക്കുന്ന സ്ഥലമാണ് ഓൾ ഇംഗ്ലണ്ട് ലോൺസ് ടെന്നീസ് ക്ലബ്ബാണ് ലണ്ടനിലെ. വിംബിൾഡൺ ഓപ്പൺ കളിക്കുന്ന നിലവിലെ കോർട്ട് അറിയപ്പെടുന്നത് ഗ്രാസ് കോർട്ട് എന്ന പേരിലാണ്. ഗ്രാസ് കോർട്ടിൽ കളിക്കുന്ന ഒരേ ഒരു പ്രധാന ടൂർണമെൻ്റാണ് വിംബിൾഡൺ. ഏറ്റവും കൂടുതൽ തവണ വിംബിൾഡൺ കിരീടം നേടിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോജർ ഫെഡറർ ആണ്. ഏറ്റവും കൂടുതൽ തവണ വിംബിൾഡൺ കിരീടം നേടിയത് എത്ര തവണയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 8 തവണയാണ് അദ്ദേഹം വിംബിൾഡൺ കിരീടം നേടുന്നത്. ഏറ്റവും കൂടുതൽ തവണ വിംബിൾഡൺ കിരീടം നേടിയ വനിത ചോദിച്ചു കഴിഞ്ഞാൽ മാർട്ടിന നവരത്ലോവയാണ്. ഓക്കെ, മാർട്ടിന നവരത്ലോവ 9 തവണയാണ് എന്ത് ചെയ്തത്, നിലവിൽ ഈ പറയുന്ന വിംബിൾഡൺ കിരീടം നിലവിൽ നേടിയത്. മാർട്ടിന നവരത്ലോവ 9 തവണ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 32ാമത്തെ ചോദ്യമാണ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് അഗ്നിസാക്ഷിയാണ്. ചോദ്യത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് കേരള കൾച്ചറിൻ്റെ അകത്തു നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി വസ്തുക്കളിലേക്ക് നമുക്ക് നോക്കാം. മലയാളത്തിലെ മികച്ച കൃതിക്ക് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് വർഷം തോറും നൽകി വരുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. ഓക്കെ, അപ്പോൾ മലയാളത്തിലെ മികച്ച കൃതിക്ക് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് വർഷം തോറും നൽകി വരുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് വയലാർ പുരസ്കാരം. വയലാർ പുരസ്കാരത്തിന് അർഹനായ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1977 വയലാർ അവാർഡിൻ്റെ സമ്മാന തുക 1 ലക്ഷം രൂപയാണ്. 1977 പ്രഥമ വയലാർ അവാർഡ് സമ്മാനം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ലളിതാംബിക അന്തർജന കൃതി അഗ്നിസാക്ഷിയാണ്. അപ്പോൾ അഗ്നിസാക്ഷി എന്ന കൃതിക്ക് ലളിതാംബിക അന്തർജനത്തിനാണ് 1977 ആദ്യമായിട്ട് പ്രഥമ വയലാർ അവാർഡ് ലഭിച്ചത്. ഇനി നമുക്ക് ബാക്കിയൊന്ന് ഓടിച്ചു നോക്കാം. വയലാർ അവാർഡ് 2023 ശ്രീകുമാരൻ തമ്പി ജീവിതമൊരു പെണ്ടുലം. 2022 എസ് ഹരീഷ് മീശ. 2021 ബെന്യാമിൻ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഇനി 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വെയിൽക്കാലം. 2019 VJ ജെയിംസ് നിരീശ്വരൻ. 2018 KV മോഹൻ കുമാർ ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന ആ ഒരു നോവലിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ചോദിച്ച ചോദ്യമാണ് നിരവധി തവണ. ഓസ്കാർ നേടിയ ആദ്യ മലയാളിയാണ് ആരെന്ന് പറയുന്നത് ഓപ്ഷൻ നോക്കിയ റസൂൽ പൂക്കുട്ടി, PJ ആൻ്റണി, സത്യജിത്ത് റേ, MT വാസുദേവൻ നായർ. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് റസൂൽ പൂക്കുട്ടിയാണ്. ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ റസൂൽ പൂക്കുട്ടി. ചോദ്യത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ഓസ്കാറിൻ്റെ ആണ്. റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 2009 റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത്. റസൂൽ പൂക്കുട്ടിയുടെ ഓസ്കാർ അവാർഡിന് അർഹനാക്കിയ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത്
സ്ലം ഡോഗ് മില്യണയർ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ശബ്ദ മിശ്രണം, അതായത് സൗണ്ട് മിക്സിന് വേണ്ടിയിട്ടാണ് ആർക്ക് കിട്ടിയത്? റസൂൽ പൂക്കുട്ടിക്ക് നിലവിൽ ഓസ്കാർ അവാർഡ് ലഭിക്കുന്നത്. മികച്ച ഒറിജിനൽ ഗാനത്തിന് ഓസ്കാർ നേടുന്ന ആദ്യ ഇന്ത്യൻ ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാട്ടു നാട്ടു എന്ന് പറയുന്ന ഗാനമാണ്. അത് 95ാമത്തെ 2023 അവാർഡാണ് നാട്ടു നാട്ടു എന്ന് പറയുന്ന ഇന്ത്യൻ ഗാനത്തിന്, മികച്ച ഒറിജിനൽ ഗാനത്തിന് ഓസ്കാർ അവാർഡ് കിട്ടുന്നത്. ഒരു ഇന്ത്യൻ സിനിമാ ഗാനത്തിന് ലഭിക്കുന്ന ആദ്യത്തെ ഓസ്കാർ പുരസ്കാരമായിരുന്നു ഇത് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. മികച്ച ഹ്രസ്വ ഡോക്യുമെന്റുകൾക്കുള്ള ഓസ്കാർ പുരസ്കാരം 2023 ലഭിച്ച ഇന്ത്യൻ ചിത്രമാണ് ദ എലിഫന്റ് വിസ്പേഴ്സ്. സംവിധാനം കാർത്തികി ഗോൺസാൽവസ് ആണ്. ആദ്യമായാണ് ഹ്രസ്വ ഡോക്യുമെന്ററി വിഭാഗത്തിൽ ഇന്ത്യക്ക് ഓസ്കാർ ലഭിക്കുന്നത്. മികച്ച ഡോക്യുമെന്ററിക്ക് 2019 ഓസ്കാർ അവാർഡ് ഗുനീത് മോങ്കയ്ക്കാണ്. സത്യജിത് റായിക്ക് ഓണറ്ററി ഓസ്കാർ അവാർഡ് ലഭിച്ചത് 1992 എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ അകത്ത് നമ്മൾ നിലവിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസാണ് നേടിയത്? അപ്പോൾ ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ നേടിയ റൺസ് എത്രയാണെന്ന് ചോദിച്ചാൽ 18,426 റൺസാണ് സച്ചിൻ ടെണ്ടുൽക്കർ നേടിയത്. ഓക്കെ, ഇത് ഒരു കറണ്ട് അഫയേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ലെവലിൽ ചോദിക്കാം. അതേപോലെ തന്നെ എന്താണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട BCAയുമായി ബന്ധപ്പെട്ട സൈറ്റിലും എന്താണ് ഈ പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ താരം. അതേപോലെ തന്നെ സച്ചിൻ രാജ്യസഭാ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം എന്നാ ചോദിച്ചാൽ 2012 സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. ഒത്തിരി തവണ ചോദിച്ചേക്കുന്ന ചോദ്യമാണ് നിലവിൽ. പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെയാണ് നിലവിൽ ആത്മകഥ എന്ന് ചോദിച്ചാൽ പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെയാ? സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയാണ്. റൺ മെഷീൻ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലിയാണ് റൺ മെഷീൻ. അതേപോലെ തന്നെ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ. ഹിറ്റ്മാൻ എന്നറിയപ്പെടുന്നത് രോഹിത് ശർമ്മയാണ്. ഹിറ്റ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതിവേഗത്തിൽ 25,000 റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി. സച്ചിൻ്റെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ താരമാണ് കുമാർ സംഗക്കാര, ശ്രീലങ്ക. മഹാരാഷ്ട്രയുടെ സ്മൈൽ അംബാസിഡറായി നിയമിതനായത് ആരാന്ന് ചോദിച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. മഹാരാഷ്ട്രയുടെ സ്മൈൽ അംബാസിഡറായിട്ട് നിലവിൽ എന്ത് ചെയ്യുന്നത് നിയമിച്ചത്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 1998 ഓർത്തു വയ്ക്കുക. 1998 നിലവിൽ എന്ത് ചെയ്യുന്നത് അവാർഡ് ലഭിച്ചത്. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർക്ക് എന്നാണ് ഭാരതരത്ന ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്നത്. അതേപോലെ തന്നെ 2014 T20 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ 15 അംഗ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയാണെന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളൂ. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്താരാണ്? കാട്ടുകുതിര. ഓക്കെ, അപ്പോൾ കാട്ടുകുതിര എന്ന സിനിമ, ഈ ചോദ്യത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് വിവിധ പത്രവാർത്താ മാധ്യമങ്ങളിൽ നിന്നും ചോദിച്ചങ്ങനെയാണ്. കാട്ടുകുതിര എന്ന സിനിമയുടെ കഥാകൃത്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഓപ്ഷൻ സി ആണ് SL പുരം സദാനന്ദൻ. അപ്പോൾ SL പുരം സദാനന്ദനാണ് എന്തെന്ന് പറയുന്നത് നിലവിൽ കാട്ടുകുതിര എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാന്ന് ചോദിച്ചാൽ SL പുരം സദാനന്ദനാണ്. തിരക്കഥ എഴുതിയ ചിത്രമാണ് അഗ്നിപുത്രി. 1967 SL പുരം സദാനന്ദന് മികച്ച നാടകകൃത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1963 നാടകം കാക്കപ്പൊന്ന് എന്നുള്ളതാണ്. ഓക്കെ, മലയാള നാടകത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ചാണ് SL പുരം സദാനന്ദൻ്റെ പുസ്തകം നൽകി തുടങ്ങിയ വർഷം എന്നാ ചോദിച്ചാൽ 2007 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സംഗീത നാടക അക്കാദമിയാണ് ഏർപ്പെടുത്തിയത്. 2023 SL പുരം സദാനന്ദൻ അവാർഡിന് അർഹനായത് കൊടുമൺ ഗോപാലകൃഷ്ണനാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. കൊടുമൺ ഗോപാലകൃഷ്ണൻ. രാഷ്ട്രപതിയുടെ
വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമായിരുന്നു നീലക്കുയിൽ. തിരക്കഥാകൃത്ത് PC കുട്ടിക്കൃഷ്ണൻ, അതായത് ഉറുമ്പ്. ഇനി തകഴി ശിവശങ്കരപിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവൽ ആസ്പദമാക്കി രണ്ടിടങ്ങഴി എന്ന സിനിമ സംവിധാനം ചെയ്തത് P സുബ്രഹ്മണ്യൻ. തോപ്പിൽ ഭാസിയുടെ മുടിയനായ പുത്രൻ എന്ന നോവൽ സിനിമയായി ചിത്രീകരിച്ചത് രാമു കാര്യാട്ട്. സാഹിത്യരചനയെ ആസ്പദമാക്കി ചിത്രീകരിച്ച ആദ്യ നിശബ്ദ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് മാർത്താണ്ഡവർമ്മയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. സംവിധാനം PV റാവു ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 36ാമത്തെ ചോദ്യമാണ്. G ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? G ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ നോക്കിയേ. S ഗുപ്തൻ നായർ, ജോസഫ് മുണ്ടശ്ശേരി, സുകുമാർ അഴീക്കോട്, M ലീലാവതി. ഏതാണ് നമ്മുടെ ആൻസർ? S ഗുപ്തൻ നായരാണ്. അപ്പോൾ S ഗുപ്തൻ നായരാണ് G ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്നതിന് ആമുഖം എഴുതിയത്. മലയാള സാഹിത്യത്തിലെ പ്രമുഖ വിമർശകനും പ്രഭാഷകനുമായ വ്യക്തിയാണ് S ഗുപ്തൻ നായർ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളായിരുന്നു ആധുനിക സാഹിത്യം, ക്രാന്തദർശികൾ, ഇസങ്ങൾക്കപ്പുറം, കാവ്യസ്വരൂപം, തിരയും ചുഴയും, ടാഗോർ, കവിയും മനുഷ്യനും, മനസാ സ്മരാമി, ആത്മകഥ. ഓക്കെ, S ഗുപ്തൻ നായരുടെ ആദ്യ കൃതിയാണ് ആധുനിക സാഹിത്യം. ജിയുടെ നിമിഷം എന്ന കവിതയ്ക്ക് അവതാരിക എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ എഴുതിയത് കേസരി ബാലകൃഷ്ണപിള്ള. ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിതയ്ക്ക് അവതാരിക എഴുതിയത് പൊൻകുന്നം വർക്കിയ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, G ശങ്കരക്കുറുപ്പിൻ്റെ പ്രധാന കൃതികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യകാന്തി, വിശ്വദർശനം, ജീവന സംഗീതം, പൂജാപുഷ്പം, നിമിഷം, ചങ്കതിരുകൾ, അതേപോലെ തന്നെ പതികൻ്റെ പാട്ട്, സന്ധ്യാരാഗം, ഇതളുകൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് G ശങ്കരക്കുറുപ്പിൻ്റെ. G ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം കിട്ടിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ G ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത് എന്നാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാണ് G ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം? ഓക്കെ, G ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ഓടക്കുഴലിൻ്റെ ഹിന്ദി തർജ്ജമയാണ് ബാൻസുരി. മലയാളത്തിലെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്ന G ശങ്കരക്കുറുപ്പ്. രവീന്ദ്രനാഥ് ടാഗോർ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് G ശങ്കരക്കുറുപ്പിൻ്റെ അടുത്താണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ജ്ഞാനപീഠം ഏർപ്പെടുത്തിയത്, ജ്ഞാനപീഠം ആദ്യമായി നൽകിയത്, ജ്ഞാനപീഠം ട്രസ്റ്റിൻ്റെ സ്ഥാപകം എന്ന് പറയുന്നത് ശാന്തി പ്രസാദ് ജെയിൻ രമാ ജെയിനാണ്. അതേപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 11 ലക്ഷം രൂപയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ 11 ലക്ഷം രൂപയാണ് എന്തിൻ്റെ നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 11 ലക്ഷം രൂപ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യമാണ് കുമാരനാശാൻ അന്തരിച്ച വർഷമെന്നാണ്. ഓക്കെ, അപ്പോൾ കുമാരനാശാൻ അന്തരിച്ച വർഷമെന്നാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം കുമാരനാശാൻ അന്തരിച്ച വർഷം ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്നതാണ് ഈ ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്. എന്നാണ് 1924 കുമാരനാശാൻ അന്തരിച്ചത്. ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആശാനുള്ളൂർ വള്ളത്തോൾ ആണ്. ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ. കുമാരനാശാൻ ജനിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ മക്കളെ 1873 ഏപ്രിൽ 12 കുമാരനാശാൻ ജനിച്ചത്. 1873 ഏപ്രിൽ 12, കായിക്കര, തിരുവനന്തപുരം. കുമാരനാശാൻ്റെ ആദ്യകാല നാമമായിരുന്നു കുമാരു. മലയാളത്തിലെ കാൽപ്പനിക കാവ്യപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുമാരനാശാൻ. അതേപോലെ തന്നെ കോട്ടാരൻ കസവിട്ടച്ചമുണ്ട് എന്ന് തുടങ്ങുന്ന ഓണ വർണ്ണനയാണ് ആദ്യ കവിത. കുമാരനാശാൻ്റെ കവിതകളെക്കുറിച്ച് MK സാനു എഴുതിയ നിരൂപണ ഗ്രന്ഥമാണ് അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്. നവോത്ഥാനത്തിൻ്റെ കവി എന്ന് ആശാനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ തായാട്ട് ശങ്കരനാണ്. നവോത്ഥാനത്തിൻ്റെ കവി എന്ന് ആശാനെ വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരനാണ്. നവോത്ഥാനത്തിൻ്റെ കവി എന്ന് ആശാനെ വിശേഷിപ്പിച്ചത്. ആശാനെ ദിവ്യകോകിലം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ലീലാവതിയാണ്. ആശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചതാരാന്ന് ചോദിച്ചാൽ അത് ജോസഫ് മുണ്ടശ്ശേരിയാണെന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. സ്നേഹഗായകൻ, സാമൂഹിക പരിഷ്കർത്താവ്, അന്തസംഘർഷത്തിൻ്റെ കവി എന്നെല്ലാം അറിയപ്പെടുന്നത് കുമാരനാശാനാണ്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത കാൽപ്പനിക
ഖണ്ഡകാവ്യം കുമാരനാശാൻ രചിച്ച ആദ്യ കൃതിയും വീണപൂവ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. മിതവാദി പത്രങ്ങളിലൊന്നാണ് വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ഇനി മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യമാണ് രാമചന്ദ്ര വിലാസം. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് രാമചന്ദ്ര വിലാസമാണ്. രചന അഴകത്ത് പത്മനാഭക്കുറുപ്പ്. 1922 ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരിൽ നിന്ന് പട്ടും വളയും സ്വീകരിച്ചു. 1924 ജനുവരി 15 1098 മകരം 3 51 വയസ്സിലാണ് ബോട്ടപടകത്തിൽ കുമാരനാശാൻ അന്തരിക്കുന്നത്. പേർഷ്യൻ കവിയായ നിസാമിയുടെ ലൈല മജ്നു എന്ന പ്രണയകാവ്യത്തെ ആധാരമാക്കി കുമാരനാശാൻ എഴുതിയ കാവ്യമായിരുന്നു ലീല. അതായത് ആശാന്റെ വരികളാണ് ലീലയിൽ പറയുന്നത്. ഓക്കെ, പ്രണയ പരവേശ ശുംഭം നിനക്കുണരുകയുണ്ടെങ്കിൽ ദിക്കിൽ നിൻ പ്രിയൻ ഗുണവതി നെടുക്കുമോഹ നിദ്ര വിട്ടരുക ഞാൻ സഖി നിന്റെ മാധവി. ലീലയിൽ ആശാന്റെ വരികളാണ്. ആശാന്റെ വരികളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത്രയ്ക്ക് കടികെട്ടിയായിട്ടുള്ള മലയാളമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി സംഭവങ്ങളാണ് പുള്ളിയുടെ ഈ പറയുന്ന വരികൾ എന്ന് പറയുന്നത്, അർത്ഥപൂർണമായിട്ടുള്ള വരികൾ. കൃതികൾ: വീണപൂവ്, നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, ഗ്രാമവൃക്ഷത്തിലെ കുയില്, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി, അതേപോലെ തന്നെ കരുണാപ്രരോദനം. പരിഭാഷപ്പെടുത്തിയത് സൗന്ദര്യലഹരി, മേഘ സന്ദേശം, ബുധചരിതം, ഒരു ദൈവികമായ പ്രതികാരം, രാജയോഗം, മൈത്രേയി. നാടകം: വിചിത്ര വിജയം, പ്രബോധ, ചന്ദ്രോദയം, ഉഷാ കല്യാണം, മൃത്യുജയം എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതായത് കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? അതായത് നമ്മുടെ ജി അരവിന്ദൻ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ജി അരവിന്ദൻ്റെ മുഴുവൻ നാമമാണ് ഗോവിന്ദൻ അരവിന്ദൻ. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് അരവിന്ദൻ ലഭിച്ച വർഷം 1977. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധാനമാണ് അദ്ദേഹം ദേശീയ അവാർഡിന് അർഹനാക്കിയത്. അരവിന്ദൻ സംവിധാനം ചെയ്ത പ്രധാന ചിത്രങ്ങളാണ് കാഞ്ചനസീത, തമ്പ്, അതേപോലെ തന്നെ കുമ്മാട്ടി, എസ്തപ്പൻ, അതേപോലെ പോക്കുവെയിൽ. ഇത്രയുമാണ് നിലവിൽ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ നമ്മുടെ സിനിമകൾ എന്ന് പറയുന്നത്. ഓക്കെ, 1985 മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ചിദംബരം സിനിമ സംവിധാനം ചെയ്തതും ആരാണ്? ജി അരവിന്ദനാണ്. ജി അരവിന്ദൻ്റെ കാർട്ടൂണിസ്റ്റ് എന്ന നിലയിലും പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കാർട്ടൂൺ പരമ്പരയാണ് ചെറിയ മനുഷ്യരും വലിയ ലോകവും. ജി അരവിന്ദാക്ഷൻ്റെ അവസാന ചിത്രമാണ് വാസ്തുഹാര. 1981 വാസ്തുഹാര. ജി അരവിന്ദന് രാജ്യം 1990 എന്ത് ചെയ്തു? പത്മശ്രീ നൽകി ആദരിച്ചു എന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ ദാദാഭായ് ബാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി തുടങ്ങിയ വർഷം എന്താണെന്ന് ചോദിച്ചാൽ 1969 എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മളിതൊരു മാരത്തോൺ പോലെയാണ് പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് കുറേ ചോദ്യപേപ്പറുകൾ കൂടി എന്ത് ചെയ്യാണ്ട് ആൻസർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേട്ടിരിക്കാം. നമുക്ക് ചടപടയുന്ന ആൻസറുകൾ നമ്മൾ നോക്കി സെറ്റ് ചെയ്ത് അങ്ങ് പോവാം. ഓക്കെ, 2022 ഫിഫ ലോകകപ്പിലെ അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? നിലവിൽ ലയണൽ സ്കലോണിയാണ്. ലയണൽ സ്കലോണി. ഓക്കെ, അപ്പോൾ ലയണൽ സ്കലോണിയാണ് നിലവിൽ എന്തെന്ന് പറയുന്നത് 2022 ഫിഫ ലോകകപ്പിലെ അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരാന്ന് ചോദിച്ചാൽ ലയണൽ സ്കലോണിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ഫിഫ വേൾഡ് കപ്പിൽ നിന്നാണ് ഈ ഒരു ചോദ്യം എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 22ാമത് ഫിഫ ലോകകപ്പിന് വേദിയായത് ഖത്തറാണ്. അപ്പോൾ 22ാമത് ഫിഫ ലോകകപ്പിന് വേദിയായത് ഖത്തർ. ജേതാക്കൾ അർജൻറ്റീന, റണ്ണറപ്പ് ഫ്രാൻസ് ആണ്. സ്കോർ 3-3 ആയിരുന്നു. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അർജൻറ്റീന ലോക കിരീടം സ്വന്തമാക്കിയത്. അപ്പോൾ 22ാമത്തെ ഫിഫ ലോകകപ്പിന് വേദിയായത് ഖത്തറാണ്. ജേതാക്കൾ അർജൻറ്റീന, റണ്ണറപ്പ് ഫ്രാൻസ്. സ്കോർ 3-3. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അർജൻറ്റീന ലോക കിരീടം സ്വന്തമാക്കിയത്. അർജൻറ്റീന ഫുട്ബോൾ ലോകകപ്പ് നേടിയ വർഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 1978, 1986, 2022. ഖത്തറിലെ ലുസൈൻ സ്റ്റേഡിയത്തിൽ ആണ് 22ാമത്തെ ലോകകപ്പ് ഫൈനൽ നടന്നത്. അതേപോലെ തന്നെ ഫൈനൽ ഷൂട്ടൗട്ടിൽ ഫ്രാൻസിനെ 4-2 പരാജയപ്പെടുത്തിയാണ് അർജൻറ്റീന കിരീടം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും 3 വീതം ഗോൾ നേടിയതോടെയാണ് മത്സരം
പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ടത് എന്നുള്ളത് കൂടി ഓർക്കുക. ഫൈനലിൽ അർജൻറ്റീനയ്ക്ക് വേണ്ടി ആദ്യം 3 ഗോൾ നേടിയവർ ലയണൽ മെസ്സി 2 ഗോള്, അതേപോലെ തന്നെ ഏഞ്ചോ ഡി മരിയ 1 ഗോള്, അങ്ങനെ 3 എണ്ണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഫൈനലിൽ ഫ്രാൻസിന് വേണ്ടി 3 ഗോൾ നേടിയത് കിലിയൻ എംബാപ്പെ, ഫ്രാൻസ്. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചാൽ എൻസോ ഫെർണാണ്ടസ് ആണ്, അർജൻറ്റീന. മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ നേടിയത് എമിലിയാനോ മാർട്ടീനസ് ആണ്. എമിലിയാനോ മാർട്ടീനസ് അർജൻറ്റീനയാണ്. ഓക്കെ, ഇനി ബ്രോൺസ് ബോള് ആരാണ് വാങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൂക്ക മോഡ്രിച്ചും, ഫെയർ പ്ലേ അവാർഡ് വാങ്ങിയത് ഇംഗ്ലണ്ടുമാണെന്നുള്ളത് ഓർക്കുക. ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ 2 തവണ ഗോൾഡൻ ബോൾ നേടുന്ന താരമാണ് ലയണൽ മെസ്സി. ഖത്തർ ലോകകപ്പിൽ ആദ്യ ഗോൾ നേടിയ താരം എന്നർ വലൻസിയ ആണ്, ഇക്വഡോർ. അർജൻറ്റീന ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ പരമ്പരാഗത വിളിപ്പേരായിരുന്നു ലാ അൽബിസലെസ്റ്റ. വെള്ള, ആകാശ നീല എന്നീ സ്പാനിഷ് പദങ്ങളിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യമാണ് 40ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ. ഏതാണ് നമ്മുടെ ആൻസർ? മലപ്പുറമാണെന്നുള്ളത് നമുക്ക് നിഷ്പ്രയാസം തന്നെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ ജനിച്ച സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ തിരൂർ, മലപ്പുറം. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ജീവിതം പ്രമേയമാക്കി ചിത്രീകരിച്ച സിനിമയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കഥാ സംവിധാനം സജിൻ ലാലാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. പുതുമലയാൻമതൻ മഹേശ്വരൻ എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ. അദ്ദേഹത്തിനെ ഇപ്രകാരം വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് വെള്ളത്തോളാണ്. അതേപോലെ തന്നെ മലയാളത്തിലെ ആദിമകവി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാണ്? നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ദേവി മഹാത്മ്യം കിളിപ്പാട്ട്, ഭാഗവതം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, അതേപോലെ തന്നെ ഹരിനാമ കീർത്തനം കിളിപ്പാട്ട് എന്നിവയാണ്. ഓക്കെ, അതേപോലെ തന്നെ പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യസവിശേഷതകൾ സംസ്വീകരിച്ചുകൊണ്ട് തികച്ചും മൗലികമായൊരു കാവ്യശൈലി സൃഷ്ടിച്ചത് തുഞ്ചത്ത് എഴുത്തച്ഛനാന്നുള്ളത് കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം വരുന്നത് 41ാമത്തെ ചോദ്യമാണ്. 41ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. ഹബ്ബ്, റൂട്ടർ, അതേപോലെ തന്നെ റിപ്പീറ്റർ, ഗേറ്റ്വേ. അപ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് SCRT+1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസ് ചാപ്റ്റർ 8 നിന്നുമാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ അകത്ത് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വസ്തുക്കളിലേക്ക് പോവാം. കമ്പ്യൂട്ടറും വിനിമയ മാധ്യമവും തമ്മിലുള്ള സമ്പർക്കവുമായി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഡാറ്റ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഡാറ്റാ വിനിമയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഡാറ്റ തരംഗങ്ങളെ സംപ്രേഷണം ചെയ്യാനും സ്വീകരിക്കാനും ശക്തിപ്പെടുത്താനും വിവിധ വിനിമയ മാധ്യമ ശൃംഖലകൾ ഉപയോഗിച്ച് വഴി തിരിച്ചു വിടുവാനും സാധിക്കുന്നു. പ്രധാനപ്പെട്ട ഡാറ്റാ വിനിമയ ഉപകരണങ്ങളാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ്വേ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ അകത്തെ എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഡാറ്റ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് ഒരു കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കുവാനും വിവരം വിനിമയം നടത്തുവാനും പ്രാപ്തമാക്കുന്ന ഉപകരണമാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് അല്ലെങ്കിൽ NIC എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിനും ശൃംഖലയ്ക്കും ഇടയിലുള്ള ഹാർഡ്വെയർ ഇൻ്റർഫേസ് ഉപകരണമായി ഇത് പ്രവർത്തിക്കുന്നു. NIC ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് നമ്മൾ ഹബ്ബ് എന്ന് പറയുന്നത്. എന്താണ്? ഹബ്ബ് എന്നാണ് പറയുന്നത്. ഇനി കമ്പ്യൂട്ടറിലെ ഹബ്ബിലെ പോർട്ട് വഴി ഇൻ്റർനെറ്റ് കേബിൾ ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിക്കുന്നു. നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ചുള്ള ഒരു ശൃംഖലയെ രൂപീകരിക്കുവാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോടുകൂടിയ ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. എന്താണ്? സ്വിച്ച്. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളായി വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. അപ്പോൾ എന്താണ് സ്വിച്ച് എന്ന് ചോദിച്ചാൽ നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച ഒരു ശൃംഖലയെ രൂപീകരിക്കാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോടുകൂടിയ ഉപകരണം. എന്നാൽ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ സ്വിച്ച്
ഡാറ്റയ്ക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനം കൃത്യമായി ഉറപ്പുവരുത്തുകയും ഡാറ്റ പാക്കറ്റുകൾ ഉദ്ദേശ സ്ഥലത്തേക്ക് മാത്രം അയക്കുകയും ചെയ്യുന്ന ഉപകരണമാണ് സ്വിച്ച്. വളരെ കുറഞ്ഞ അളവിൽ സന്ദേശങ്ങൾ അയക്കുന്നതിനാൽ തിരക്ക് കൂടിയ കമ്പ്യൂട്ടർ ശൃംഖലയും ഹബിനേക്കാൾ നന്നായി സ്വിച്ച് പ്രവർത്തിക്കുന്നു. വിനിമയമാധ്യമത്തിലൂടെ വരുന്ന വൈദ്യശാസ്ത്ര സാങ്കേതിക പ്രകാശ കാരണങ്ങൾ ശക്തപ്പെടുത്തുന്ന ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്, റിപ്പീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് മെയിനായിട്ട് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഗേറ്റ് വേ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. അതായത് വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോളും പ്രവർത്തിപ്പിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പ്രോട്ടോക്കോളിനെ മറ്റൊരു തരത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനും അതേപോലെ തന്നെ സാധിക്കുന്ന ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസാണ് ഏതെന്ന് പറയുന്നത്, ഗേറ്റ് വേ എന്ന് പറയുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യമാണ് കമ്പ്യൂട്ടറിലെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU ഭാഗത്തുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന മെമ്മറിക്ക് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അതാണ് എന്തെന്ന് പറയുന്നത്, ഓപ്ഷൻ സി കാഷെ മെമ്മറി. ഓപ്ഷൻ സി കാഷെ മെമ്മറി. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് SCERT +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസ് ചാപ്റ്റർ 2 നിന്നുമാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉറവിടം SCERT +1 ക്ലാസ്സിലെ പുസ്തകമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, കമ്പ്യൂട്ടറിൽ ഡാറ്റയും നിർദ്ദേശങ്ങളും ഫലങ്ങളും താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിക്കുവാനുള്ള സ്ഥലമാണ് മെമ്മറി. മെമ്മറിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രാഥമിക മെമ്മറി, രണ്ട് ദ്വിതീയ മെമ്മറി. മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധപ്പെടുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സറുമായി പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്ന മെമ്മറിയാണ് ദ്വിതീയ മെമ്മറി. പ്രധാനമായും 3 തരത്തിലുള്ള പ്രാഥമിക മെമ്മറികളാണ് നമുക്കുള്ളത്. റോം, അതേപോലെ തന്നെ റാം, അതേപോലെ തന്നെ ക്യാഷെ മെമ്മറി. ഓക്കെ, റോം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി എന്നുള്ളതാണ് റാം എന്ന് പറയുന്നത്, റാൻഡം ആക്സസ് മെമ്മറി. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ് റോം. അതേപോലെ തന്നെ നമ്മുടെ ക്യാഷെ മെമ്മറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, ഈ 3 പ്രധാന മെമ്മറി യൂണിറ്റുകൾ അല്ലെങ്കിൽ പ്രധാനമായും 3 തരത്തിലുള്ള പ്രാഥമിക മെമ്മറികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് റാം, റോം, ക്യാഷെ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ താൽക്കാലികമായി വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നതാണ് റാൻഡം, അതായത് റാൻഡം ആക്സസ് മെമ്മറി എന്നറിയപ്പെടുന്ന റാം. ഓക്കെ, ഇനി മൈക്രോ പ്രോസസ്സിംഗ് ഡാറ്റ സംഭരിക്കാനും തിരിച്ചെടുക്കാനും സാധിക്കാനും ഉള്ള മെമ്മറിയാണ് റാം. കമ്പ്യൂട്ടറിൻ്റെ ആരംഭ പ്രവർത്തനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ് റോമിൽ അടങ്ങിയിരിക്കുന്നത്. റോം എന്നത് സ്ഥിരമായൊരു മെമ്മറിയാണ്. വൈദ്യുത ബന്ധം നിലച്ചാലും റോമിലേക്കുള്ള നിലവിൽ ഉള്ളടക്കം മാഞ്ഞു പോകത്തില്ല എന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 43ാമത്തെ ചോദ്യമാണ് അടുത്തത്. അതായത് ആക്രമണകാരികൾ വെബ്സൈറ്റുകളിൻ്റെ ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ ഉപയോഗിക്കുന്ന നാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ അതേപോലെ തന്നെ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് ആണ് സാങ്കേതിക വിദ്യ. ഓക്കെ, അപ്പോൾ ചോദ്യമാണ് കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷെ മെമ്മറി എന്താണ്, അതേപോലെ തന്നെ എന്താണ് റാം, എന്താണ് ഈ പറയുന്ന ഫ്ലാഷ് മെമ്മറി, എന്താണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, എന്താണ് റാം എന്നൊക്കെയുള്ളത് നമ്മൾ നിലവിൽ ചർച്ച ചെയ്ത് പോയതാണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റയും നിർദ്ദേശങ്ങളും ഫലങ്ങളും താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിക്കുവാനുള്ള സ്ഥലമാണ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിലെ ഡാറ്റയും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളും ഫലങ്ങളും താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാണ് പ്രാഥമിക മെമ്മറി, രണ്ട് ദ്വിതീയ മെമ്മറി. മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധപ്പെടുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും
പ്രോസസ്സറുമായി നേരിട്ട് ബന്ധപ്പെടുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതും പ്രോസസ്സറുമായി പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്നതുമായ മെമ്മറിയാണ് ദ്വിതീയ മെമ്മറി. പ്രധാനമായും 3 തരത്തിലുള്ള പ്രാഥമിക മെമ്മറികളാണ് നമുക്കുള്ളത്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് റാം, റോം, ക്യാഷെ മെമ്മറി. കമ്പ്യൂട്ടറിൽ താൽക്കാലികമായി വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, റാം എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസ്സറിന് ഡാറ്റ സംഭരിക്കാനും തിരിച്ചെടുക്കാനും സാധിക്കുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ആരംഭ പ്രവർത്തനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ് റോമിൽ അടങ്ങിയിരിക്കുന്നത്. റോം എന്നത് സ്ഥിരമായ ഒരു മെമ്മറിയാണ്. വൈദ്യുതി ബന്ധം നിലച്ചാലും റോമിൻ്റെ ഉള്ളടക്കം മാഞ്ഞു പോകുന്നില്ല എന്നുള്ളത് ഓർത്തു വയ്ക്കുക. റോമിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേക ബൂട്ടപ്പ് പ്രോഗ്രാമാണ് ബയോസ് എന്ന് പറയുന്നത്. അപ്പോൾ റോമിൽ അടങ്ങിയിട്ടുള്ള പ്രത്യേക ബൂട്ടപ്പ് പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ബയോസ്. ഡാറ്റാ സംഭരണത്തിനായി EEPROM ചിപ്പുകൾ ഉപയോഗിച്ചുള്ള ഫ്ലാഷ് ഡ്രൈവറുകളാണ് ഫ്ലാഷ് മെമ്മറി. പൊടി കടക്കാത്ത പെട്ടിക്കുള്ളിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ള കാന്തിക പദാർത്ഥം പൂശിയ ലോഹ തകിടുകളാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. വളരെയധികം വിവരം ശേഖരിച്ചു വയ്ക്കുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണം കൂടിയാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിൻ്റെ പ്രത്യേകത ഉയർന്ന സംഭരണ ശേഷി, ഉയർന്ന ഡാറ്റാ വിനിമയ നിരക്ക്, കുറഞ്ഞ സമീപന സമയം, അതായത് ആക്സസ് ടൈം വളരെ കുറവാണിതിന് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഹാർഡ് ഡിസ്കിലെ ഡേറ്റകൾ സംഭരിക്കപ്പെടുന്നത് ട്രാക്കുകളിലും അതേപോലെ തന്നെ സെക്ടറുകളിലുമാണ്. ഡിസ്ക് ട്രാക്കുകളും അതേപോലെ തന്നെ സെക്ടറുകളും സജ്ജമാക്കുന്ന പ്രവർത്തനത്തെ പറയുന്നതാണ് ഡിസ്ക് ഫോർമാറ്റിംഗ് എന്നുള്ളത്. പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയിലുള്ള ചെറുതും വേഗതയേറിയതുമായ മെമ്മറിയാണ് ക്യാഷെ മെമ്മറി. ഇടയ്ക്കിടെ ആവശ്യമായി വരുന്ന ഡേറ്റയും നിർദ്ദേശങ്ങളും വേഗത്തിൽ ലഭ്യമാക്കാൻ വേണ്ടി ക്യാഷെ മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. റാമിനേക്കാൾ വേഗത്തിൽ ക്യാഷെ മെമ്മറിയിൽ നിന്നും ഡാറ്റ തിരിച്ചെടുക്കുന്നു. റാമിനേക്കാൾ വിലയേറിയതാണ് ക്യാഷെ മെമ്മറി. CPU-ൻ്റെയും മദർ ബോർഡിൻ്റെയും ഉള്ളിലുള്ള ക്യാഷെ മെമ്മറി സിസ്റ്റത്തിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യമാണ് ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപഭോക്തൃ നാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, വെബ് ജാക്കിംഗ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപഭോക്തൃനാമങ്ങൾ, പാസ്വേഡ് മുതലായ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതിക വിദ്യയാണ് വെബ് ജാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് പോകാം. ഒരു ഡൊമൈൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു വെബ്സൈറ്റിൻ്റെ നിയമവിരുദ്ധമായി നിയന്ത്രണം തേടുന്നതാണ് വെബ് ജാക്കിംഗ്. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ ലോക്ക് ചെയ്തോ മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന മാൽവെയറുകളെയാണ് റൺസോംവെയർ എന്ന് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടർ വിദഗ്ധർ ബാങ്കുകളിൽ നടത്തുന്ന സാമ്പത്തിക കുറ്റകൃത്യമാണ് സലാമി അറ്റാക്ക്. കമ്പ്യൂട്ടറിലെ പ്രവർത്തനങ്ങളെ താറുമാറാക്കുവാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസുകൾ. വൈറസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് എന്നുള്ളതാണ് വൈറസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം. ലോകത്തിലെ ആദ്യത്തെ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ക്രീപ്പറാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ലോകത്തിലെ ആദ്യത്തെ വൈറസാണ് ക്രീപ്പർ. ആദ്യം മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൽക്ക ക്ലോണറാണ്. ഏറ്റവും അപകടകാരിയായ കമ്പ്യൂട്ടർ വൈറസാണ് ഫ്ലെയിം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വൈറസാണ് ഐ ലവ് യു, അതേപോലെ തന്നെ സാസർ, സ്റ്റക്സ്, നെറ്റ്, അതേപോലെ തന്നെ കോഡ് റെഡ്, മെലീസ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വൈറസുകളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 44-ാമത്തെ ചോദ്യമാണ് സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. അപ്പോൾ സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് ഡാഷ് എന്ന് വിളിക്കാം. എന്താണ്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നാണ് അതിനെ പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും സാധിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഉപഭോക്താക്കൾക്ക് ആവശ്യ അനുസരണം
ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും സാധിക്കുന്ന സോഫ്റ്റ്വെയറാണ് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കുത്തക കമ്പനികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, കാര്യക്ഷമമായ പ്രവർത്തനം, പരസ്പര പ്രവർത്തനക്ഷമത, കുറഞ്ഞ ചിലവ്, സുരക്ഷിതത്വം തുടങ്ങിയവ നൽകുന്നതുകൊണ്ട് സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ വ്യാപകമായി ഉപയോഗിക്കുന്നു. സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മാതൃകയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിഭാഗത്തിൽപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ഗ്നു ലിനക്സ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഗ്നു ലിനക്സ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ്റെ 4 തരത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് നിർവചിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം 0, അതായത് ഏതാവശ്യത്തിനും ഇഷ്ടപ്രകാരം ഉപയോഗിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം 1, സോഫ്റ്റ്വെയർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശകലനം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം 2, പ്രോഗ്രാമിൻ്റെ പകർപ്പുകൾ. സ്വാതന്ത്ര്യം 3 എന്ന് പറയുന്നത് പ്രോഗ്രാമിനെ നവീകരിക്കുവാനും നവീകരിച്ചവയെ പുറത്താക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിൻ ഏതാണ് ആ സെർച്ച് എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് നിർമ്മിച്ചതാണ്. ഓപ്ഷൻ ബി ഗൂഗിൾ ആണ്. ഈ ഒരു ചോദ്യം SCERT നമ്മുടെ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചേക്കുന്നതാണ്. ചാപ്റ്റർ 6 ആണ്. വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പുറമെ വിവരങ്ങൾ തിരയുന്നതിന് വേണ്ടി ഇൻ്റർനെറ്റിലുള്ള വെബ്സൈറ്റുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സെർച്ച് എഞ്ചിനുകൾ എന്ന് വിളിക്കാം. വിവരങ്ങൾ തിരയുന്നതിനായി സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്ത വാക്കുകളെയാണ് നമുക്ക് കീവേഡുകളെന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി വേൾഡ് വൈഡ് വെബിൽ ലഭ്യമാക്കിയ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി സഹായിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകതരം പ്രോഗ്രാമുകളെയാണ് ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിനുകൾ തുറക്കുമ്പോൾ ടൈപ്പ് ചെയ്യുന്നതിനായി കാണുന്ന ബോക്സാണ് സെർച്ച് ബോക്സ്. പ്രധാന സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബിങ്, ഡക്ക് ഗോ, ഗൂഗിള്, ബൈദു, യാഹു, യാൻഡെക്സ്, അതേപോലെ തന്നെ വെബ് ക്രാക്കർ, AOL എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർച്ചിയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ കീഴിലുള്ള സെർച്ച് എഞ്ചിൻ ചോദിച്ചാൽ അത് ബിങ് ആണ്. ബിങ് സ്ഥാപിതമായ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 2009 ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റർനെറ്റ് കമ്പനികളിൽ ഒന്നാണ് ബൈദു. ബൈദു സെർച്ച് എഞ്ചിൻ നിർമ്മിച്ച രാജ്യം ചൈന. ബൈദു സ്ഥാപിച്ച വർഷം 2000 എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അടുത്തത് നമ്മുടെ റഷ്യയിലെ ഏറ്റവും വലിയ IT കമ്പനി ആയിട്ടുള്ള യാൻഡെക്സ് 1997 സ്ഥാപിതമായത്. യാൻഡെക്സിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരാണ്? നിലവിൽ ലെയ സെങ്ക്ലോവിച്ചും അതേപോലെ തന്നെ ആർക്കേഡി വോൾഹോയുമാണ് ഇതിൻ്റെ സ്ഥാപകരെന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ യാഹു സ്ഥാപിതമായത് 1994. സ്ഥാപകൻ ജെറി യാങ്ങും ഡേവിഡ് ഫിലോ എന്നിവരാണ്. ആസ്ഥാനം സണ്ണിവെയിലാണ്, കാലിഫോർണിയ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഗൂഗിളിൻ്റെ സ്ഥാപകനാണ് ലാറി പേജും സെർജി ബ്രിനും. ഗൂഗിളിൻ്റെ ആപ്തവാക്യമാണ് ഡോണ്ട് ബി ഇവിൾ. ഗൂഗിൾ ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1998 ഗൂഗിൾ ആരംഭിച്ചത്. ഗൂഗിളിൻ്റെ മാതൃസ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൽഫബൈറ്റ് ഇൻക എന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയും മതി ഇതിൻ്റെ അകത്ത് പഠിക്കാൻ. അടുത്ത താഴെ പറഞ്ഞ 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? സർക്കാർ ഇൻഷുറൻസ് ആരോഗ്യ പദ്ധതി എന്ന് പറയുന്നത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻധൻ യോജനയാണ് പദ്ധതി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ജൻധൻ ആരോഗ്യ യോജന ഉദ്ഘാടനം ചെയ്തത് 2018 സെപ്റ്റംബർ 23. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭിക്കും. പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിൽ താമസിക്കുന്നവർക്കും 16 മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ള പുരുഷാംഗങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങൾക്കും അതേപോലെ തന്നെ ഭിക്ഷയിൽ ജീവിക്കുന്നവർക്കും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം. അതായത് പദ്ധതിയുടെ പേരെന്താണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന ആ ഒരു പദ്ധതി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ആരോഗ്യ പരിരക്ഷ സൗകര്യങ്ങളുടെ ലഭ്യതയിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനും ഗുണനിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ആരംഭിച്ചത് 2006 മാർച്ചിലാണ്.
അതേപോലെ തന്നെ 2 ഘട്ടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒന്നാമത്തെ എയിംസ് സ്ഥാപിക്കൽ, രണ്ടാമത് ഓരോ മെഡിക്കൽ കോളേജ് സ്ഥാപനങ്ങളെയും അപ്ഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വരുന്നത് നിലവിൽ ഏതാണ് നമ്മുടെ അടുത്ത ചോദ്യം? താഴെ പറയുന്നവയിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് സൗരോർജം, കാറ്റ് ശക്തി, അതേപോലെ തന്നെ ബയോമാസ്. ഓക്കെ, അപ്പോൾ സൗരോർജം, കാറ്റ് ശക്തി, ബയോമാസ് ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ പറയുന്നവയിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ സൗരോർജം, കാറ്റ് ശക്തി, ബയോമാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ. അതായത് 2023-24 ചേർന്ന 7569 മെഗാവാട്ടിൻ്റെ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഇന്ത്യയിലെ വൈദ്യുതോൽപാദനം: സോളാർ 5531 മെഗാവാട്ട്, കാറ്റ് 1931, ബയോമാസ് 34 മെഗാവാട്ട്, ചെറുകിട ജലവൈദ്യുതോൽപാദനം 42 മെഗാവാട്ട്, വൻകിട ജലവൈദ്യുതോൽപാദനം 30 മെഗാവാട്ട്. വികിരണ പ്രകാശത്തിൻ്റെ രൂപത്തിൽ സൂര്യൻ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജ രൂപമാണ് സൗരോർജം. സൗരോർജ വിന്യാസത്തിൽ ലോകത്തിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സൗരോർജ വിന്യാസത്തിൽ ലോകത്തിൽ 5ാം സ്ഥാനം ഇന്ത്യയാണ്. ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അത് ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട്, കർണാടകം, കേരളം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാനയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പുനരുപയോഗിക്കാൻ സാധിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, അതായത് പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളത്. പുനരുപയോഗിക്കാൻ സാധിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൗരോർജം, അതേപോലെ തന്നെ പവനോർജം, ബയോഗ്യാസ്, ജലശക്തി, തിരമാല, ജിയോ തെർമൽ എനർജി എന്നുള്ളത്. ഓക്കെ, ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഒരു നല്ല ഊർജ്ജ രൂപമാണ് പവനോർജം അഥവാ വിൻഡ് എനർജി എന്ന് പറയുന്നത്. കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് പവനോർജം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഹരിതോർജം? പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. ക്ലീൻ എനർജി എന്നും പറയുന്നത് ഹരിതോർജമാണ്. ബ്രൗൺ എനർജി: പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ന്യൂക്ലിയർ ഊർജം ബ്രൗൺ എനർജിയിൽ ഉൾപ്പെടുന്നു എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത് എന്നുള്ളതാണ് നിലവിലത്തെ ചോദ്യം. ഏതാണ്? IXPE ആണ്. IXPE. ചോദ്യത്തിൻ്റെ ഉറവിടം NASA.gov നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. IXPയുടെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചാൽ ഇമേജിംഗ് എക്സ്റേ പോളാരിമെട്രി എക്സ്പ്ലോറർ എന്നുള്ളതാണ്. അപ്പോൾ ഇമേജിംഗ് എക്സ്റേ പോളാരിമെട്രി എക്സ്പ്ലോറർ. അപ്പോൾ ഇമേജിംഗ് എക്സ്റേ പോളാരിമെട്രി എക്സ്പ്ലോറർ എന്നുള്ളതാണ് IXPയുടെ പൂർണ്ണരൂപം. ബഹിരാകാശത്തെ വിവിധ തരം വസ്തുക്കളിൽ നിന്നുള്ള എക്സ്റേ കിരണങ്ങളുടെ ധ്രുവീകരണത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയുള്ള നാസയുടെ ആദ്യ ദൗത്യമാണ് IXPE. IXPയുടെ പൂർണ്ണരൂപം മക്കളെ എന്താണ്? അതായത് ഇമേജിംഗ് എക്സ്റേ പോളാരിമെട്രി എക്സ്പ്ലോറർ എന്നുള്ളതാണ്. വിക്ഷേപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2021 ഡിസംബർ 9. വിക്ഷേപണ വാഹനമാണ് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഇത് വിക്ഷേപിച്ചത്. എക്സ്പോസാറ്റിൻ്റെ പൂർണ്ണരൂപമാണ് എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബഹിരാകാശ എക്സ്റേ കിരണങ്ങളുടെ ധ്രുവീകരണത്തെ പറ്റി പഠിക്കാൻ ഇന്ത്യ അയക്കുന്ന ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ജ്യോതിശാസ്ത്ര എക്സ്റേ സ്രോതസ്സുകളുടെ വിവിധ ചലനാത്മകതയെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സമർപ്പിത പോളാരിമെട്രി ദൗത്യമാണ്. ഇത് വിക്ഷേപിച്ചത് 2024 ജനുവരി 1. വിക്ഷേപണ വാഹനം PSLV C-58 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ആസ്ട്രോഫിസിക്സ്, എർത്ത് റിമോട്ട് സെൻസിങ് എന്നിവയ്ക്കായി ഇന്ത്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹങ്ങളുടെ ഒരു പരമ്പരയാണ് സ്ട്രെച്ച്ഡ് രോഹിണി സാറ്റലൈറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയെങ്കിലും ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജൈവ
വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പോൾ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. നോക്കാം നമ്മുടെ ഏതൊക്കെയാണ് പ്രസ്താവന എന്നുള്ളത്. ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടി. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തനങ്ങളും പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ വൈവിധ്യ തന്ത്രം തയ്യാറാക്കുന്നതിനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയിലേക്കും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്? നിലവിൽ ഈ 4 എണ്ണവും നിലവിലിവിടെ ശരിയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ജൈവ വൈവിധ്യ കൺവെൻഷൻ ഒപ്പുവച്ച ഉച്ചകോടിയാണ് ഭൗമ ഉച്ചകോടി. അതായത് റിയോ ഉച്ചകോടി നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1992. പ്രാബല്യത്തിൽ വന്നത് 1993 ഭൗമ ഉച്ചകോടിയിൽ ഒപ്പുവച്ച 3 ഉടമ്പടിയാണ് കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഉടമ്പടി, ജൈവ വൈവിധ്യത്തെ സംബന്ധിച്ചുള്ള ഉടമ്പടി, മരുഭൂമീകരണത്തെ കുറിക്കുന്ന ഉടമ്പടി. ഓക്കെ, ഇനി ഓസോണിന് വിനാശ പദാർത്ഥങ്ങളുടെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോട്ടോക്കോളാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഒപ്പുവച്ച വർഷം എന്നാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ? 1987 മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒപ്പുവച്ചത്. ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് കോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോളും കോട്ടോ പ്രോട്ടോക്കോള് രണ്ടും രണ്ടാണ്. ഒന്ന് ഓസോൺ വിനാശ പദാർത്ഥത്തെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് മോൺട്രിയൽ പ്രോട്ടോക്കോള്. പക്ഷേ കോട്ടോ പ്രോട്ടോക്കോൾ എന്താ വെച്ചാൽ ഹരിത ഗൃഹവാതകത്തിൽ നിയന്ത്രിക്കുന്നതിനുള്ള ആഗോള ഗ്രാമങ്ങളിൽ പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് ഈ പറയുന്ന കോട്ടോ പ്രോട്ടോക്കോൾ എന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, അതായത് സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാൻഡ് പോയിന്റ്, അതായത് L1 പോയിന്റിൻ്റെ ദൂരം എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാൻഡ് പോയിന്റ് L1 പോയിന്റിൻ്റെ ദൂരം എത്രയാണ് എന്ന് ചോദിച്ചാൽ മക്കളെ എത്രയാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ ആദിത്യ L1 ആണ്. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. വിക്ഷേപണ വാഹനമാണ് PSLV C-57. വിക്ഷേപണ സ്ഥലമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. ആദിത്യ L1 പ്രോജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ്. ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ SR ബിജു ആണ്. ആദിത്യ L1ൻ്റെ കാലാവധി 5 വർഷവും 2 മാസവുമാണ്. സൂര്യനെ മുഴുവൻ സമയവും തടസ്സങ്ങളില്ലാതെ കാണാൻ കഴിയുന്നു എന്നതാണ് ലഗ്രാൻഡ് പോയിന്റിൻ്റെ പ്രത്യേകത. ആദിത്യ L1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തു കടന്നത് 2023 സെപ്റ്റംബർ 30. ആദിത്യ L1 ലഗ്രാൻഡ് പോയിന്റിലേക്കുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിയത് 2024 ജനുവരി 6. സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഗുരുത്വാകർഷണത്തിൽ അധിഷ്ഠിതമായ 2 ആകാശഗോളങ്ങളുടെ ആകർഷണം വികർഷണ പരിധിയിൽ കൃത്രിമ ഉപഗ്രഹം പോലുള്ള ഒരു വസ്തുവിന് ഇന്ധന ഉപഭോഗം കുറച്ച് ഒരേ പാതയിൽ സന്തുലിതമായി തുടരാൻ സാധിക്കുന്ന സവിശേഷ ഇടങ്ങളാണ് ലഗ്രാൻഡ് പോയിന്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. കൂടാതെ ക്ലാസ് കഴിഞ്ഞാലുടൻ ഇതിനുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ ബോൾ കൃത്യം 9 മണിക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ടാവും. അപ്പോൾ അതിൽ കൂടി എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് റിവിഷൻ ചെയ്ത് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാ ദിവസവും പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിൽ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും PDF നോട്ടുണ്ട്. നോട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ വായിച്ചു പോവുക. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA മെയിൻസിൻ്റെ ഒക്കെ എക്സാമിന് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സംഭവിച്ചതും റിവിഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം
മാത്രമാണ് കൂടുതൽ നെഗറ്റീവിലേക്ക് പോകാനിടയാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് കൃത്യമായി തന്നെ റിവൈസ് ചെയ്ത് പോവുക, എങ്കിൽ മാത്രമാണ് നമ്മൾ പരീക്ഷയ്ക്കത് ഓർത്തിരിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ എന്ത് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ, കൂടെ കൂടിക്കോ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഫുള്ളി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും നിലവിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, പോയി കണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്ത എക്സാമുകളിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.